ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ CPM ഇത് പറയാൻ കഴിയുന്നത്? CPM എങ്ങനെ പറയാൻ കഴിയുന്നത്? CPM ലീഗിന്റെ പുറകെ എത്ര നാൾ നടന്നാണ്? എത്ര നാൾ ലീഗിന്റെ പുറകെ നടന്നാണ്? ലീഗ് മതേതര പാർട്ടിയാണ് എന്നുവരെ ലീഗിനെ കിട്ടാൻ വേണ്ടിയിട്ട്, LDFിലേക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ CPM അല്ലേ? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ ഇവരൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല CPM എന്ന് പറഞ്ഞു. പിന്നെ ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ലീഗ് ഒരു മതേതരവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തന്നെ ലീഗിൻ്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള INL കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഗോവിന്ദൻ ഈ വർത്തമാനം പറയുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ഒരു ഇത്? ലീഗിൻ്റെ മതേതരവാദത്തിനെതിരായി നിലപാടെടുത്തു. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട്, കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എടുത്ത ശക്തമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് തീവ്ര നിലപാടുമായി ലീഗ് വിട്ട INL കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വന്നത്. വേറെ ആളെ നോക്കിയാൽ മതി. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് 4.5 കൊല്ലമില്ലേ. NSS എന്ത് നിലപാട് സ്വീകരിച്ചെന്നാ നിങ്ങൾ പറയണത്? അവർക്ക് ആർക്കും യാതൊരു തെറ്റിദ്ധാരണയില്ല. ഞങ്ങൾ അവരൊക്കെയുടെ നല്ല ബന്ധത്തിലാണ്, ഒരു തെറ്റിദ്ധാരണയില്ല. പിന്നെ മനഃപൂർവ്വം ചിലർ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചു ചിലർ. ഞാൻ വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്കുകയാണ്, നമ്മളൊരു പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. വ്യക്തിപരമായി നമുക്കൊന്നും ആരോടും ഒരു വഴക്കുമില്ല, ഒരു തർക്കമില്ല, ഒരു അതിർത്തി തർക്കമില്ല. പിന്നെന്തിനാ ഈ പച്ചവർഗീയത പറയുന്ന മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഈ അയ്യപ്പ സംഗമത്തിലുള്ള ലക്ഷ്യം അത് NSSനെയും SNDPയൊക്കെ ബോധിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ? അതൊന്നുമില്ലല്ലോ. അവര് നേരത്തെ നിലപാടെടുത്തു, അവരതിൽ നിലപാടെടുത്തു. അവർക്കൊക്കെ ബോധ്യമായി കാണും. ഇപ്പം അവർക്കെല്ലാം ബോധ്യമായി കാണും. 4200 വരുമെന്ന് പറഞ്ഞ പരിപാടിയിൽ 631 പേര് വരികയും 1/2 കോടിയുടെ ഭക്ഷണം മാലിന്യ പ്ലാന്റിൽ തള്ളുകയും ചെയ്ത അയ്യപ്പ സംഘമല്ലേ. ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച്, അയ്യപ്പൻ്റെ പടം പോലും ഇല്ല. പിണറായി വിജയൻ്റെ പടവും വാസവൻ്റെ പടവും അയ്യപ്പ സംഗമത്തിൽ. എന്തൊരു അയ്യപ്പ ഭക്തിയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ CPM ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഭൂരിപക്ഷ പ്രീണനായി. ആരോടും ആത്മാർത്ഥതയില്ല. ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാണ്. ഒരു വ്യത്യാസം ഉണ്ടാകും.